ഹലോ സ്റ്റുഡൻസ്, നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 3 ചാപ്റ്റർ 7 വെക്ടർ സ്പേസസ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് സ്പേസസ് 1 ഡയമെൻഷൻ സ്പേസസ്, അതുപോലെ 2 ഡയമെൻഷൻ സ്പേസ്, 3 ഡയമെൻഷൻ സ്പേസ് അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഒരു പുതിയൊരു സ്പേസ് ആണെന്ത് വെക്ടർ സ്പേസ് എന്നുള്ളത്. ഓക്കെ, വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്താണ് വെക്ടർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സ്കേലാർ എന്താണ്, വെക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സ്കേലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇപ്പോൾ നമുക്ക് എന്തിൻ്റെയെങ്കിലും ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നതെങ്കിൽ അല്ലേ, ഒരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരു കാർ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ള കാര്യം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡയറക്ഷനും കൂടെ പറയാം. ഏത് ഡയറക്ഷനിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, വെക്ടറാണ്. അപ്പോൾ നമ്മളിവിടെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ആദ്യം ഇവിടെ എന്താണ് നമ്മൾ വെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ എച്ച് ആക്സിസിലോട്ട് പോകുന്ന ഡയറക്ഷൻ, അതുപോലെ വൈ ഡയറക്ഷൻ നമ്മൾ IJK എന്നുള്ള ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് I ക്യാപ്പ് J ക്യാപ്പ് എന്നുള്ള വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമുക്ക് വേണ്ട മാത്തമാറ്റിക്സിൽ നമുക്ക് വേണ്ട എന്തിനേയും നമുക്ക് എന്ത് ചെയ്യാം, വെക്ടറുമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും, വെക്ടർ പോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട എന്തെന്ന് പറഞ്ഞ മീനിങ് എന്താണ്, ഓർഡേർഡ് പെയർ XY, അതിന് നമുക്ക് എന്താണ് ഒരു വെക്ടർ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ വെക്ടർ A ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഓർഡേർഡ് പെയർ XY ആക്കിയിട്ട് മാറ്റാം. അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ XYനെ നമുക്കൊരു വെക്ടർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓർഡേർഡ് n ടുപ്പിൾ, എന്താണ് ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ്സ് എടുക്കുന്നത് അല്ല, അത് ഓർഡേർഡ് പെയർ എവിടെ എടുക്കുക, R2 2 ഡയമെൻഷനിൽ. n ടുപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n സ്പേസിൽ എന്ന് വെച്ചാൽ A1 A2 എക്സെട്ര n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓർഡേർഡ് n ട്യൂപ്പിൾ എന്ന് പറയാം. പിന്നെ ഒരു നമ്പറിനെ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട്, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമുക്ക് വേണമെങ്കിൽ A എന്ന് പറയുന്ന ഒരു നമ്പറിനെ അതെന്താക്കിയിട്ട് എടുക്കാം, നമുക്ക് വെക്ടർ ആക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെല്ലാം നമുക്കൊരു വെക്ടറായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് എന്താണ് വെക്ടർ സ്പേസ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു വെക്ടർ സ്പേസ് പറയണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒരു സെറ്റ് വേണം, പിന്നെ 2 ഓപ്പറേഷനും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അഡിഷൻ സബ്ട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ വെക്ടർ സ്പേസിൽ നമുക്ക് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാനായിട്ട് വേണ്ടത് ഫസ്റ്റ് ഒരു സെറ്റാണ്. ആ സെറ്റിനെ നമ്മൾ V എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ 2 ഓപ്പറേഷൻസ് വേണം. ആ ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണ് വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് V be a set of elements on which 2 operations called vector addition and scalar multiplications are defined. അപ്പോൾ നമ്മളൊരു സെറ്റ് എടുത്തു, V ആണ് നമ്മുടെ സെറ്റ്. ആ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന 2 ഓപ്പറേഷനാണ് വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. ഇനി ഈ Vനെ വെക്ടർ സ്പേസ് എന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന 10 കണ്ടീഷൻസ് ഈ V എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഈ ഓപ്പറേഷൻ ഈ താഴെ പറയുന്ന 10 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. Vനെ വെക്ടർ സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ ഫോളോയിങ് 10 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഈ കണ്ടീഷൻസിനെ നമ്മൾ ആക്സിയംസ് എന്നാണ് പറയാം. അപ്പോൾ നമുക്കറിയാം ഈ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തത് ഒരു സെറ്റാണ്. സെറ്റിൽ 2 ഓപ്പറേഷൻസ് എടുത്തിട്ടുണ്ട്. ഈ 2 ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് ഈ 10 എണ്ണം. 10 എണ്ണത്തിൽ ഫസ്റ്റ് ആദ്യത്തെ 5 എണ്ണം എന്ന് പറയുന്നത് വെക്ടർ അഡിഷൻ്റെ കണ്ടീഷനും പിന്നെയുള്ള 5 എണ്ണം സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടീഷനുമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം. ഈ 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ സെറ്റ് എന്താവുന്നുള്ളൂ, ഒരു വെക്ടർ സ്പേസ് ആവുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് X ആൻഡ് Y ആർ ഇൻ V ദെൻ X പ്ലസ് Y ഈസ് ഇൻ V. അപ്പോൾ നമ്മളെടുത്ത് സെറ്റ് ഉണ്ട് Vന്ന്, Vയിൽ 2 എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണെന്ത്, XY. ജനറലായിട്ട് പറയുന്നതാണെന്ത് ഈ കണ്ടീഷൻ. അപ്പോൾ Vയിൽ 2 എലമെൻറ്റ്സ് നമ്മളെടുത്തു, Xഉം Yയും. ഈ 2 എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അതെവിടെ തന്നെ ഉണ്ടാവണം, Vയിൽ തന്നെ ഉണ്ടാവണം. Xഉം Yയും Vയിലുള്ളതാണെങ്കിൽ X പ്ലസ് Y എവിടെ തന്നെ ഉണ്ടാവണം, Vയിലുണ്ടാവണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഈ കണ്ടീഷനെ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്നാണ് പറയാം. ക്ലോഷർ പ്രോപ്പർട്ടി, അതായത് അഡിഷൻ ഈസ് ക്ലോസ്ഡ് എന്നാണ് ക്ലോഷർ പ്രോപ്പർട്ടീൻ്റെ മീനിങ്. 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സമം എവിടെ തന്നെ ഉണ്ടാവുക, ആ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡിഷൻ ഈസ് ക്ലോസ്ഡ് എന്നാണ് പറയുക. സെക്കൻഡ് കണ്ടീഷൻ ഫോർ ഓൾ XY ഇൻ Vയിലെ ഏത് 2 വാല്യൂസ് എടുത്താലും Vയിലെ ഏത് 2 വാല്യൂസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും X പ്ലസ് Y ഈക്വൽ ടു എന്ത് തന്നെ കിട്ടണം, Y പ്ലസ് X എന്ന് കിട്ടണം. Vയിലെ ഏത് 2 എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ X പ്ലസ് Yൻ്റെ വാല്യൂ Y പ്ലസ് X തിരിച്ച് ആഡ് ചെയ്താലും എന്തായിരിക്കണം, സെയിം തന്നെയായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നുള്ളത്.
എച്ച് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എച്ച് എന്ന് കിട്ടുന്ന കണ്ടീഷനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് പറയുക. തേർഡ് കണ്ടീഷൻ, എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇതെല്ലാ കണ്ടീഷൻസിലും നമുക്കിത് ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കറിയാം 1 + 2 + 3 ചെയ്താലും 1 + 2 + 3 ചെയ്താലും സെയിം ആണ്. ഇത് സാധാരണ അഡിഷൻ്റെ കേസിൽ. ഓക്കെ, ഇത് എല്ലാ കേസിലും ഇത് എന്താവണമെന്നില്ല, സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിൽ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ബിയിൽ 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ ആ സമ്മം എവിടെ തന്നെ ഉണ്ടാവണം, ബിയിൽ തന്നെ ഉണ്ടാവണം. സെക്കൻഡ് വൺ പറയുന്നത് 2 എലമെൻ്റ് എടുത്തു, എച്ച് പ്ലസ് വൈ ചെയ്തു, അതുപോലെ തന്നെ വൈ പ്ലസ് എച്ച് ചെയ്താലും തിരിച്ച് സം ചെയ്താലും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. തേർഡ് വൺ പറയുന്നത് എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ്, അതായത് വൈ പ്ലസ് സെഡ് ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ എച്ച് നമ്മൾ ആഡ് ചെയ്യുന്നതും എച്ച് പ്ലസ് വൈൻ്റെ കൂടെ സെഡ് ആഡ് ചെയ്യുന്നതും എന്ത് തന്നെയായിരിക്കണം, സെയിം തന്നെയായിരിക്കണം. ഫോർ ഓൾ എച്ച് വൈ സെഡ് ഇൻ വി. ഇതിനെ നമ്മൾ അസോസിയേറ്റിവിറ്റി എന്നാണ് പറയുക, അല്ലെങ്കിൽ അസോസിയേറ്റീവ് ലോ. ഇതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും സെറ്റിൻ്റെ ചാപ്റ്ററിൽ. അസോസിയേറ്റിവിറ്റി +1 + 2 സെറ്റ് മെട്രിക്സ് എന്നുള്ളതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അസോസിയേറ്റീവ്, അതുപോലെ കമ്മ്യൂട്ടേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് എന്നുള്ളതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൽ തേർഡ് വൺ പറയുന്നത് എന്താണ്, അസോസിയേറ്റീവ് ആണ്. എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നുള്ളത്. ഇനി ഫോർത്ത് വൺ പറയുന്നത് ദർ ഈസ് എ യുണീക്ക് വെക്ടർ 0 ഇൻ വി സച്ച് ദാറ്റ് 0 + x ഈക്വൽ ടു എച്ച് പ്ലസ് 0 ഈക്വൽ ടു എക്സ്. അതായത് ബിയിലെ ഏതൊരു എലമെൻറ്റ് എച്ച് എടുത്തു കഴിഞ്ഞാലും ബിയിൽ തന്നെ ഒരു വെക്ടർ എക്സിസ്റ്റ് ചെയ്യണം. ആ വെക്ടറാണ് എന്ത്, 0. 0 + ബിയിലൊരു വെക്ടർ ആഡ് ചെയ്യുമ്പോൾ 0 + എച്ച് ചെയ്ത് കഴിഞ്ഞാലും എച്ച് + 0 ചെയ്ത് കഴിഞ്ഞാലും എന്ത് തന്നെ കിട്ടണം, എച്ച് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ 0നെ നമ്മൾ എന്തെന്ന് പറയും, 0 വെക്ടർ എന്ന് പറയും അല്ലേ. ഇപ്പം നമ്മൾ എടുക്കുന്ന സെറ്റ് റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് എല്ലാ കണ്ടീഷൻസും പറയാം, അതിനുശേഷം നമുക്ക് ഈ എക്സാമ്പിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 6 ആണ് നമ്മൾ വി ഈക്വൽ ടു 6 എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് കണ്ടീഷൻസൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഫോർത്ത് കണ്ടീഷൻസ് വരെ പറഞ്ഞു. എന്താണ് ഫോർത്ത് കണ്ടീഷനിൽ പറയണത്, ദർ ഈസ് എ യുണീക്ക് വെക്ടർ 0 ഇൻ വി സച്ച് ദാറ്റ് 0 + x ഈക്വൽ ടു എച്ച് പ്ലസ് 0 ഈക്വൽ ടു എച്ച്. ഇപ്പോൾ വിയിലൊരു വെക്ടർ എച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിയിൽ തന്നെ ഒരു 0 വെക്ടർ എക്സിസ്റ്റ് ചെയ്യണം. 0 + എച്ച് എന്ത് തന്നെ കിട്ടണം, എച്ച് തന്നെ കിട്ടണം. അതേപോലെ തന്നെ എച്ച് പ്ലസ് 0യും കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0നെ നമ്മൾ യുണീക്ക് വെക്ടർ എന്ന് പറയാം. ഇനി വെക്ടർ അഡീഷൻ്റെ ഫിഫ്ത്ത് കണ്ടീഷനാണ് ഫോർ ഈച്ച് എച്ച് ഇൻ ബി. ഇതിന് നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് 0 വെക്ടർ എന്നാണ് പറയുക. ഫിഫ്ത്ത് കണ്ടീഷൻ പറയുന്നത് ഫോർ ഈച്ച് എച്ച് ഇൻ ബി, ബിയിലെ ഏത് എച്ച് എടുത്തു കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് എ വെക്ടർ -h. അതിന് നമ്മൾ നെഗറ്റീവ് ഓഫ് എച്ച് എന്നാണ് പറയുക. ദർ എക്സിസ്റ്റ് എ വെക്ടർ -h സച്ച് ദാറ്റ് എച്ച് പ്ലസ് -h ഈക്വൽ ടു 0 വെക്ടർ കിട്ടണം, വിച്ച് ഇസ് ഈക്വൽ ടു -h പ്ലസ് എച്ച്. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഓഫ് എ വെക്ടർ. അപ്പോൾ എച്ച് എന്ന് പറയുന്നൊരു വെക്ടർ ബിയിലുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വാല്യൂം എവിടെ തന്നെ ഉണ്ടാവണം, ബിയിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, ഇത് നമ്മൾ ഇൻവേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് 0 വെക്ടർ പറഞ്ഞു. നെക്സ്റ്റ് വൺ എക്സിസ്റ്റൻസ് ഓഫ് എ നെഗറ്റീവ് വെക്ടർ. അപ്പോൾ ഇത്രയും 5 കണ്ടീഷനാണ് എന്തിനുള്ളത്, വെക്ടർ അഡിഷനുള്ളത്. ഇനി പറയുന്നത് എന്താണ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ 5 കണ്ടീഷൻസ് ആണ്.